അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് തിയോ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ളത് മറ്റാരുമല്ല, അർവ ബിൻത്ത് അബ്ദുള്ളയാണ്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അള്ളാഹുവിന്റെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട്, രക്ഷാകർതൃത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പൊ ഇന്നത്തെ ചർച്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അർവക്കുട്ടി, ഇന്ന് നമുക്ക് അള്ളാഹുവിനെ പറ്റി നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ് അള്ളാഹു റബ്ബാണ്, അല്ലേ? റബ്ബാണെന്ന് പറഞ്ഞാൽ അള്ളാഹു രക്ഷിതാവാണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ഖുർആനിൽ ഒരുപാട് ഭാഗത്ത് അള്ളാഹിനെ പറ്റി റബ്ബ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്, അല്ലേ? ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? മാഷാ അല്ലാ, തബാറക്കല്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതികളും. ഏത് സൂറത്തിലാണതുള്ളത്? ഫാത്തിഹ സൂറത്തിലാണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ അള്ളാഹിനെ കുറിച്ച് റബ്ബ് എന്ന് പറയുമ്പോൾ ശരിക്ക് അത് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടാവണം, അതൊന്നും നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ? അല്ലുമോളെ കേൾക്കുന്ന ആൾക്കാരോട് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഹൽക്കും മുൽക്കും തദ്ബീറും, അല്ലെ? ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് അള്ളാഹിനെ പറ്റി റബ്ബ് എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെ? ഓക്കെ, എന്താണ് ഈ ഹൽക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൽക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത്, ക്രിയേറ്റ് ചെയ്തത് അള്ളാഹു ആണ്. ഓക്കെ, അത് വിശ്വസിക്കണം. മുൽക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതെ, അള്ളാഹു ആണ് രാജാവ്. എല്ലാത്തിന്റെയും അധികാരവും ആധിപത്യവും അള്ളാഹ്ക്കാണ്. അതാണ് മുൽക്ക്. യെസ്. തദ്ബീർ എന്ന് പറഞ്ഞാലോ? എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത് അള്ളാഹുവാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അള്ളാഹിനെ നമ്മൾ റബ്ബ് എന്ന് പറയാം. അള്ളാഹു റബ്ബാണെന്ന് പറയുമ്പോൾ അതിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകണം. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറഞ്ഞു കൊടുത്തൂടെ? യെസ്, വെരി ഗുഡ്. ഹൽക്കും മുൽക്കും തദ്ബീറും. മാഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഇത് കൃത്യമായി പഠിക്കുക. അള്ളാഹിനെ പറ്റി നമ്മൾ റബ്ബ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് റബ്ബ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതിലൊന്ന് ഹൽക്കാണ്, മറ്റൊന്ന് മുൽക്കാണ്, മറ്റൊന്ന് തദ്ബീറാണ്. ഇവിടെ അർവമോള് പറഞ്ഞ പോലെ തന്നെ ഹൽക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. മുൽക്ക് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ആധിപത്യം, അധികാരം അള്ളാഹുവിനാണ്. തദ്ബീർ എന്ന് പറഞ്ഞാൽ മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. ഈ മൂന്ന് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് അള്ളാഹിനെ നമ്മൾ റബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വൈജ്ഞാനിക ചർച്ച, നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ കൃത്യമായി തന്നെ പഠിക്കാനും അറിയാനും ശ്രമിക്കുക. അത് ഈ ഒരു വീഡിയോ, ഈ ഒരു സംഭാഷണം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.